ശ്രീ കെ എസ് ഹംസോട് ടെലിഫോൺ ലൈനിലുണ്ട്. മുൻ ലീഗ് നേതാവാണ്. ശ്രീ കെ എസ് ഹംസ, ഈ പല മുന്നറിയിപ്പുകൾ സമസ്ത സമ്മേളനം ലീഗിന് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ മതരാഷ്ട്രവാദമൊക്കെ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് അത് ലീഗിനെ തന്നെ വിഴുങ്ങുമെന്നാണ് സമസ്ത നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നത്. അപകടകരമായ അതിഭീഷണ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അടക്കമുള്ള അവരുടെ കുൽസിതമായ അജണ്ടകൾ UDF-ലൂടെ ഒളിച്ചു കടത്താനാണ് ശ്രമം നടക്കുന്നത്. ഇത് മതനിരപേക്ഷ സമൂഹത്തിന് ഒരു കാലത്തും പൊറുക്കാൻ കഴിയാത്ത ഒരു നീക്കമാണ്. കോൺഗ്രസ് പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് അപകടകരമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അവർക്ക് അങ്ങനെ വാദമില്ലെന്ന്. ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയും ഒക്കെ എന്താണെന്ന് ഒന്ന് പഠിച്ചു വന്നാൽ നന്നായി. നേരത്തെ ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇഖാമത്തുദ്ദീൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നയങ്ങളായ ഇഖാമത്തുദ്ദീനും ഹുക്കൂമത്തെ ഇലാഹിയും ഇസ്ലാമിക് ഫണ്ടമെന്റലിസവും ഒക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിൻ വാദമൊക്കെ എന്തെന്ന് മനസ്സിലാക്കിയൊന്ന് ചർച്ചയിൽ പങ്കെടുത്താൽ നന്നായി. 4 വോട്ടോ അല്ലെങ്കിൽ 2 സീറ്റോ അല്ല പ്രധാനം. രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മുസ്ലിം ലീഗ് 1947 തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ 3ആയി തിരിഞ്ഞിരുന്നു. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളും, അതിനുശേഷം അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഒരു മധ്യമ സമൂഹവും, അതിന്റെ ഇടയിൽ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സ്വത്വ രാഷ്ട്രീയം ഉണ്ടെങ്കിലും മതനിരപേക്ഷതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം. അവർ 3ആയി തിരിഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും ജമാഅത്തെ ഇസ്ലാമിയെ അന്ന് അംഗീകരിച്ചിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ലീഗിന്റെ ആശയത്തിൽ വെള്ളം ചേർക്കപ്പെട്ടത്? എന്താണ് അതിന് നീതീകരണമുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല അവരുടെ പഴയ വാദങ്ങളൊന്നും തന്നെ. അടുത്ത കാലത്ത് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പ്രഖ്യാപിച്ചത് എന്തിനാണോ ഞങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് അത് തന്നെ ഞങ്ങൾ തുടരുന്നു എന്നാണ്. ശരി, അതാണ് ലീഗിന് മുന്നറിയിപ്പ് നൽകിയാണ് സമസ്ത. അത് വളരെ കൃത്യമായി തന്നെ പ്രതിഫലിക്കും എന്നുള്ള സൂചനകൾ കൂടി അവർ നൽകുന്നുണ്ട്. നന്ദി ശ്രീ കെ എസ് ഹംസ. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. വിശദമായി ഈ വിഷയം താങ്കളോട് പിന്നീട് സംസാരിക്കാം എന്ന് കരുതുന്നു. ഒപ്പം ശ്രീ ഷാക്കിറും ഈ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.